കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ് ഓൾ. ഇഗ്നോ ഫോക്കസ് 3.0 ഇഗ്നോ മുൻകാല ചോദ്യപേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ബികോമിലെ സബ്ജക്റ്റ് ആയിട്ടുള്ള BCOC 135 എന്നുവെച്ചാൽ നമ്മുടെ കമ്പനി ലോയുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ മുൻകാല ചോദ്യപേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുവരെയുള്ള കമ്പനി ലോയുടെ BCOC 135 കമ്പനി ലോയുടെ പ്രീവിയസ് ഇയറുകളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നോക്കിക്കൊണ്ട് അതെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് ഒരു ഇൻഡെപ്ത് അനാലിസിസ് ആണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിസംബർ 2024 ഇനി വരാൻ പോകുന്ന നമ്മുടെ കമ്പനി ലോയുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും, നമ്മൾ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത്, നമ്മൾ ആ സിലബസിനകത്ത് ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ നന്നായിട്ട് നോക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് നമ്മൾ പഠിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മളിവിടെ നന്നായിട്ട് തന്നെ ഒരു പഠനമെല്ലാം നടത്തി ഓരോ സിലബസിൽ നിന്നും നമ്മുടെ സിലബസിലെ ഓരോ ബ്ലോക്കിൽ നിന്നും അതുപോലെ തന്നെ ഓരോ യൂണിറ്റിൽ നിന്നും പിന്നെ ഓരോ ടോപ്പിക്കും ഏതാണ് നന്നായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, ഏതിനാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്, ഏതാണ് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ഒന്നും കൂടെ റെഡിയാക്കി എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു സെക്ഷനുമായിട്ട് ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെൻഷൻ കുറക്കാൻ പറ്റും, നിങ്ങളെ കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക് ഏതാണ് നന്നായിട്ട് നോക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഒരു സെക്ഷനാണ് നമ്മൾ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനായിട്ട് ഒരു ഓവർവ്യൂ എന്ന് പറയുന്ന രൂപത്തിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നെ നമുക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. നിങ്ങൾക്കത് നന്നായിട്ട് ഒരു എഫക്റ്റീവ് ആയിക്കൊണ്ട് തന്നെ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയറിലെ ട്രെൻഡും പാറ്റേണും എല്ലാം നോക്കിയിട്ടാണ് നമ്മളിത് അനലൈസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സിലബസ് മാപ്പിംഗ് നമ്മൾ നടത്തുന്നുണ്ട്. സിലബസ് മാപ്പിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്കും യൂണിറ്റും ടോപ്പിക് വൈസ് എല്ലാം ഒരു എക്സാം റെലവൻസോട് കൂടി തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് നേരത്തെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം നോക്കി അതിന്റെ ട്രെൻഡും അതുപോലെ തന്നെ പാറ്റേണും എല്ലാം നോക്കി ഏത് ബ്ലോക്കിൽ നിന്നായിരിക്കും കൂടുതൽ ചോദിക്കുക, അല്ലെങ്കിൽ ഏത് യൂണിറ്റിൽ നിന്നായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഏത് ടോപ്പിക് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് ചോദിക്കുക തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി വരാൻ പോകുന്ന നമ്മുടെ ഡിസംബർ 2024 ഇനി വരാൻ പോകുന്ന കമ്പനി ലോയുടെ എക്സാമിന് ഏത് ടോപ്പിക് ആയിരിക്കും നമുക്ക് കൂടുതൽ ചോദിക്കാൻ ചാൻസ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലെ ട്രെൻഡും പാറ്റേണും ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മളിത് സെറ്റ് ആക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ കണ്ടന്റ് ഏതൊക്കെയാണ്, ഏത് യൂണിറ്റിൽ നിന്നാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്, അതുപോലെ തന്നെ ഏത് ബ്ലോക്കിൽ നിന്നാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ്. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ബ്ലോക്ക്, യൂണിറ്റ്, ടോപ്പിക് എന്നിവ നന്നായിട്ട് അനലൈസ് ചെയ്ത് ഇനി ഡിസംബർ 24 ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്താണ് എന്നുള്ളതും കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ ഡിസംബർ TEE 2024. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ട്രെൻഡും പാറ്റേണും ഒക്കെ വെച്ചുകൊണ്ട്
നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ ഒരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയുള്ള ട്രെൻഡ് അനുസരിച്ചിട്ട് ഇനി December 24 വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് ഒരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമ്മൾ ഇതിന്റെ ലാസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ. പിന്നെ ഇത് നമ്മൾ ഈ കൊടുത്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസറും അതുപോലെ തന്നെ അതിന്റെ ഇവാലുവേഷൻ എങ്ങനെ നിങ്ങൾക്ക് സെൽഫായിട്ട് ഇവാലുവേറ്റ്, അപ്പൊ ആ ഒരു ഇവാലുവേഷൻ ക്രൈറ്റീരിയയും കൂടെ നമ്മൾ ആപ്പിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇഗ്നോ ഫോക്കസ് 3.0 എന്നൊരു സെക്ഷനിൽ നമ്മളിത് ഉൾക്കൊള്ളിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി എങ്ങനെയാണ് ഡാറ്റ ഡ്രിവൻ പ്രിപ്പറേഷൻ ആണ് നമ്മൾ പറയുന്നത്. ദ കീ ടു സക്സസ്, ഈ ഒരു വാക്ക് തന്നെയാണ് നമ്മുടെ ഇമ്പോർട്ടന്റ്. സക്സസിലോട്ടുള്ള ഒരു കീ ആണ് നമ്മളുടെ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇതൊന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ എക്സാം ഹോളിലോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മൾ നിങ്ങളുടെ ടൈമൊക്കെ സേവ് ചെയ്യാനായിട്ട്, നമുക്കിപ്പോൾ ഒരു പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ അടിക്കും. നമ്മളിപ്പോൾ ഒരു കമ്പനിയിലോട്ട് പേപ്പർ എടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, ഏത് ഭാഗം നമ്മൾ നോക്കണം, എന്താണ് നമ്മൾ നോക്കേണ്ടത്, എവിടെയാണ് നമ്മൾ നിർത്തേണ്ടത്, നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ചോദിച്ച് കണ്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് തന്നെ അനലൈസ് ചെയ്ത് നമ്മൾ ട്രെൻഡ് എല്ലാം നോക്കി ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങൾ ഏതാണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചാണ് നമ്മൾ ഈ സെക്ഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പഠനത്തിനുള്ള ഒരു കീ തന്നെയായിരിക്കും നമ്മളുടെ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ വൈ പ്രിഡിക്റ്റീവ് അനാലിസിസ് ആൻഡ് മോഡൽ ആൻസർ മാറ്റർ. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ പ്രഡിക്റ്റീവ് അനാലിസിസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എവിടുന്നാ എങ്ങനെ തുടങ്ങേണ്ടത് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഒന്നും അറിയാതെ നമ്മൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സമയം നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ ചിലപ്പോൾ ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു ഏരിയക്കായിരിക്കും കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും, നമുക്ക് കവർ ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രഡിക്റ്റീവ് അനാലിസിസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ചോദിച്ചിട്ടുള്ള ഏരിയാസ് നിങ്ങൾക്ക് ഒന്നുകൂടെ നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഭാഗങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്ത് പോയാൽ മതിയാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ യുണീക് ആസ്പെക്ട്സ് ഓഫ് BCOC 135 കമ്പനി ലോ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ കമ്പനി ലോ എന്ന് പറയുന്ന ഈ പേപ്പർ 135 കമ്പനി ലോ എന്ന് പറയുന്ന ഒരു പേപ്പർ നമുക്കറിയാം. ലോ എന്ന് പറയുമ്പോൾ തന്നെ നിയമങ്ങളാണ് അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ അവിടെ കുറെ ലീഗൽ പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ ലീഗൽ പ്രൊസീജിയേഴ്സ് ഒക്കെ വരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഈ കമ്പനി ലോ എന്ന് പറയുന്ന ഈ പേപ്പർ. അപ്പൊ അതിനകത്ത് ഇപ്പൊ കമ്പനിയുടെ നിയമങ്ങളാണ് അല്ലെ. അപ്പൊ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫോർമേഷൻ എങ്ങനെയാണ്, അതിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അതിന്റെ കോർപ്പറേറ്റ് ഗവേണൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്, ഇനി ഒരു കമ്പനി ഡിസൊല്യൂഷനിലോട്ട് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് നിയമങ്ങളെ കുറിച്ചിട്ട് അതിന്റെ ലീഗൽ പ്രൊസീജിയേഴ്സും റൂൾസും റെഗുലേഷൻസും ഒക്കെയാണ് നമ്മുടെ ഈ കമ്പനിയിലൂടെ പേപ്പറിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പേപ്പർ പഠിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ധാരണ വേണം എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ നോക്കി പഠിക്കുന്നതെങ്കിൽ നമുക്ക് ഒന്നും കൂടെ അത് എഫക്റ്റീവായിട്ട് പഠിക്കാനായിട്ട് പറ്റും. മറ്റേ നമുക്ക് എവിടെ പഠിക്കണം, എവിടെ തുടങ്ങണം എന്നുള്ള ഒരു ടെൻഷനായിട്ട് പോകും. അപ്പൊ അത് ഇല്ലാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിച്ചെടുക്കേണ്ട ഏരിയസ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെ അത് പഠിക്കണം എന്നുള്ളതും കൂടെ നന്നായിട്ട് എങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വീഡിയോ ക്ലാസ് ആണ് ഇപ്പൊ നമ്മളിവിടെ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു സെക്ഷനിലൂടെ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. അതിലൂടെ നിങ്ങൾക്ക് നമ്മുടെ December 2024 എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ല ചിരിച്ച മുഖത്തോടു കൂടി തന്നെ ഇറങ്ങി വരാനായിട്ട് പറ്റുന്ന രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഈ സെക്ഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. നമ്മൾ എക്സാം റെലവൻസിൽ നിന്നുകൊണ്ട് തന്നെ ഒരു സിലബസ് മാപ്പിങ്ങിലോട്ടാണ് നമ്മൾ പോകുന്നത്. അത് ഏത് ബ്ലോക്ക് എന്നാണ് നമുക്ക് കൂടുതൽ ചോദിക്കുന്നത്, ഏത് യൂണിറ്റ് എന്നാണ് കൂടുതൽ ചോദിക്കുന്നത്, ഏത് ടോപ്പിക് ആണ് നമ്മൾ കൂടുതൽ ചോദിച്ച് കാണുന്നത് തുടങ്ങിയിട്ടുള്ള രൂപത്തിലാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങനെ നമുക്ക് നോക്കാം.
അപ്പൊ നമുക്കറിയാം കമ്പനിയിലൂടെ പേപ്പർ എന്ന് പറയുന്നത് ഈ 135 കമ്പനിയിലൂടെ പേപ്പർ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും 5 ബ്ലോക്കുകളിലായിട്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 കമ്പനി ആൻഡ് ഇറ്റ്സ് ഫോർമേഷൻ ആണ്. എന്താണ് കമ്പനി, കമ്പനി എങ്ങനെ ഫോം ചെയ്യാം തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ അവിടെ പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി പറഞ്ഞു തീർക്കുന്നത് 5 യൂണിറ്റിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ യൂണിറ്റ് 1, 2, 3, 4, 5 വരെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ബ്ലോക്ക് 1-നകത്താണ്. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്, അപ്പൊ ഈ ബ്ലോക്ക് 1-ന്ന് കൂടുതലായിട്ട് ചോദിക്കാറുള്ള ഏരിയാസ് എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് ടൈപ്സ് ഓഫ് കമ്പനീസ്. കമ്പനിയുടെ നേച്ചർ എന്താണ്, ഏതൊക്കെ ടൈപ്സ് കമ്പനീസ് ആണ് ഉള്ളത്, അതൊക്കെ നമുക്ക് കൂടുതലായിട്ട് എപ്പോഴും ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ പബ്ലിക് വേഴ്സസ് പ്രൈവറ്റ് കമ്പനി. അപ്പൊ പബ്ലിക് കമ്പനി എന്താണ്, പ്രൈവറ്റ് കമ്പനിയാണ്. ഈ പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രൊമോട്ടറുടെ റോള്. നമുക്കറിയാം കമ്പനി എക്സിസ്റ്റൻസിലോട്ട് കൊണ്ടുവരുന്ന വ്യക്തിയാണ് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രൊമോട്ടർക്ക് ഒരുപാട് റോൾസ് നമ്മുടെ ഈ പേപ്പറിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ആ പ്രൊമോട്ടറുടെ റോള്, ഈ ടോപ്പിക്സ് നമുക്ക് കറക്റ്റായി സ്ഥിരമായിട്ട് നമ്മൾ ചോദിച്ച് കാണാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൽ പെടുന്ന ഒന്നാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് മെയിൻ ആയിട്ടും പ്രീവിയസ് ഇയറുകളിൽ ഇത് ചോദിച്ചു കണ്ടുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് 25 ടൈംസ് ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിന്റെ റെലവൻസ് ആണ് നമ്മൾ പറഞ്ഞു വരുന്നത്. എക്സാം റെലവൻസ് എത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ റെലവൻസ് നോക്കുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നമ്മൾ ഓരോ ബ്ലോക്കിന്റെ റെലവൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബ്ലോക്ക് 1-ന്റെ റെലവൻസ് എന്ന് പറയുന്നത് ഹൈ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് 1 നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. അത് ഹൈ ലെവലിൽ ചോദിച്ച് കാണാറുള്ള ഒരു ബ്ലോക്ക് ആണ് ഏതെന്ന് പറയുന്നത് ബ്ലോക്ക് 1 കമ്പനി ആൻഡ് ഇറ്റ്സ് ഫോർമേഷൻ എന്ന് പറയുന്ന ഈ ബ്ലോക്കിലെ നമ്മൾ ഈ പറഞ്ഞിട്ട് ടോപ്പിക്സ് ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. നന്നായിട്ട് തന്നെ അത് പഠിച്ചിട്ടുണ്ടായിരിക്കുക കേട്ടോ. ഈ രണ്ടാമത്തെ ബ്ലോക്കിലോട്ട് പോകുന്ന സമയത്ത് ബ്ലോക്ക് 2 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഡോക്യുമെന്റ്സ് ആണ്. പ്രിൻസിപ്പൽ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്ക് നമ്മൾ യൂണിറ്റ് 6, 7, 8 തുടങ്ങിയിട്ടുള്ള 3 യൂണിറ്റുകളിലൂടെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിനെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ 3 ബ്ലോക്കുകളായിട്ട് നമ്മൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഒരു കമ്പനിയിൽ വേണ്ടത് എന്നുള്ളതാണ് നമ്മളോട് പറയാറുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന മെയിൻ ആയിട്ടുള്ള 3 ഡോക്യുമെന്റ്സ് അതിന്റെ ഒരു ടോപ്പിക് ആയിട്ട് നമുക്ക് പറയാനുള്ളത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതേപോലെ തന്നെ പ്രോസ്പെക്ടസ്. ഇങ്ങനെ 3 കണ്ടന്റ് അല്ലെങ്കിൽ 3 ഡോക്യുമെന്റ്സിനെ കുറിച്ചിട്ടാണ് ഇതിന്റെ മെയിൻ ടോപ്പിക് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 3 കണ്ടന്റും അല്ലെങ്കിൽ ഈ 3 ഡോക്യുമെന്റ്സും നമുക്ക് കറക്റ്റ് ആയിട്ട് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇത് ചോദിക്കുന്ന ഈ ടോപ്പിക്ക് ചോദിച്ചിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് 18 ടൈംസ് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു റെലവൻസ് എന്ന് പറയുന്നത് മീഡിയം ലെവലിലാണ്. എന്ന് വെച്ചാൽ ഹൈ ലെവലിൽ ചോദിക്കുന്നതല്ല, പക്ഷെ മീഡിയം ലെവലിലാണ് ഈ ബ്ലോക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. അത് കൂടുതലായിട്ടും ചോദിച്ച് കണ്ടിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ്, പ്രോസ്പെക്ടസ് എന്നുള്ള ഈ ഏരിയ ആണ്. ഇനി മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 3 ആണ്. ബ്ലോക്ക് 3 എന്ന് പറയുമ്പോൾ ഷെയർ ക്യാപിറ്റൽ ആൻഡ് മെമ്പർഷിപ്പ് എന്നുള്ളതാണ് മൂന്നാമത്തെ ബ്ലോക്ക്. അപ്പൊ ഈ മൂന്നാമത്തെ ബ്ലോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 9, 10, 11, 12 4 യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ബ്ലോക്ക് 3-യെ തിരിച്ചിട്ടുള്ളത്. ഈ 4 യൂണിറ്റുകളിലായിട്ടാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്താണെന്നും അതുപോലെ തന്നെ മെമ്പർഷിപ്പ് എന്താണെന്നും പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു കാണുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റലിനെ കുറിച്ച് ചോദിച്ചു കാണാറുണ്ട്, അതുപോലെ തന്നെ മെമ്പർഷിപ്പിന്റെ റൂൾസിനെ കുറിച്ച് ചോദിച്ചു കാണാറുണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്, അത് എന്താണ് ട്രാൻസ്ഫർ എന്നും എന്താണ് ട്രാൻസ്മിഷൻ എന്നും അതിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പഠിച്ചു പോയിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഇത്രയും ടോപ്പിക്സ് ആണ് ഇതിനകത്ത് കൂടുതലായിട്ട് നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 ടൈംസ് ആണ് ഇത് പ്രീവിയസ് ഇയറുകൾ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ റെലവൻസ് എന്ന് പറയുന്നത് ഹൈ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം കൂടുതൽ നമ്മൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ബ്ലോക്ക് തന്നെയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. ആ ബ്ലോക്ക് 3 പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ. ഈ നെക്സ്റ്റ് നമ്മൾ ബ്ലോക്ക് 4-ലോട്ട് പോയി കഴിയുമ്പോൾ ബ്ലോക്ക് 4 എന്ന് പറയുന്നത് കമ്പനി മാനേജ്മെന്റ് ആണ്. കമ്പനി മാനേജ്മെന്റ് എങ്ങനെയാണ് എന്താണെന്നൊക്കെയാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ ഈ ഇതുപോലെ തന്നെ യൂണിറ്റുകളിലാണ് നമ്മൾ പറയുന്നത്. യൂണിറ്റ് 13, 14, 15, 16 അങ്ങനെ 4 യൂണിറ്റുകളിലായിട്ടാണ് നമ്മൾ നാലാമത്തെ ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്തും തന്നെ നമ്മൾ ടോപ്പിക് കൂടുതലായിട്ട് ചോദിച്ചു കാണുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡയറക്ടേഴ്സ് ആരാണ്, എന്താണ് ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ അവരുടെ റെമ്യൂണറേഷൻ എങ്ങനെയാണ്, പിന്നെ ഒരു കമ്പനിയുടെ സെക്രട്ടറിയുടെ റോൾ എന്താണ്, അതുപോലെ തന്നെ ഷെയർ ഹോൾഡർ ആരാണ്, ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് ഏതൊക്കെയാണ്. അപ്പൊ നമ്മൾ ഒരുപാട് മീറ്റിംഗ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, ജനറൽ മീറ്റിംഗ് അതുപോലെ എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മീറ്റിംഗ്
ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ടോപ്പിക്ക്, അല്ലെങ്കിൽ ഈ ഇത്രയും ടോപ്പിക്കാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചോദിച്ച് കാണുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 28 ടൈംസ് ആണ് കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഏത് ഭാഗമാണ്? ബ്ലോക്ക് 4 ആണ്, കമ്പനി മാനേജ്മെന്റ് ആണ്. കാരണം അവിടെ നിന്നാണ് നമുക്ക് കൂടുതൽ ടൈം അല്ലെങ്കിൽ കൂടുതൽ തവണകളായിട്ട് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ബ്ലോക്ക് 4 ആണ്. അപ്പൊ 28 ടൈം ആണ് ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റെലവൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഹൈ റെലവൻസ് ആണ് എന്തിനുള്ളത്, നമ്മുടെ ഈ 4ാമത്തെ ബ്ലോക്കിന് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി 5ാമത്തെ ബ്ലോക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഡിവിഡൻഡ്, അക്കൗണ്ട്സ്, ഓഡിറ്റ് ആൻഡ് വൈൻഡിങ് അപ്പ്. ഈ ഒരു ഏരിയ ആണ് നമ്മുടെ 5ാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ 5ാമത്തെ ബ്ലോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 17, 18, 19, 20. അപ്പൊ ഇങ്ങനെ 4 യൂണിറ്റുകളിലായിട്ടാണ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്നത്? യൂണിറ്റ് 5നെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു കാണുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് പോളിസീസിനെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ട്സിനെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ കമ്പനിയിലുള്ള ഓഡിറ്റിനെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ വൈൻഡിങ് അപ്പിനെ കുറിച്ചിട്ടും ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 15 ആണ്. അപ്പൊ ഏറ്റവും കുറവായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഏത് ബ്ലോക്കാണ് നമുക്ക് മനസ്സിലാക്കാം? യൂണിറ്റ് 5 എന്ന് പറയുന്ന ഈ ഒരു ഡിവിഡൻഡ്, അക്കൗണ്ട്സ്, ഓഡിറ്റ് ആൻഡ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്ന ഏരിയ എന്നാണ് നമുക്ക് ഏറ്റവും കുറവ് ചോദിച്ച് കാണാറുള്ളത്. അപ്പോൾ അതിന്റെ റെലവൻസ് എന്ന് പറയുന്നത് മീഡിയം ലെവലിലാണ് നമുക്ക് എന്തിനകത്തുനിന്ന് ചോദിക്കുന്നത്? നമ്മുടെ ഈ ബ്ലോക്ക് 5ൽ നിന്ന് ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ എക്സാം റെലവൻസിന്റെ ബേസിൽ നമ്മൾ ഓരോ ബ്ലോക്കിനെയും യൂണിറ്റിനെയും ടോപ്പിക്കിനെയും കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു ധാരണ കിട്ടുന്നുണ്ട് ഏതാണ് കൂടുതൽ ചോദിക്കുന്നത്, ഏതാണ് ഇമ്പോർട്ടൻസ് കുറവുള്ള ഏരിയ എന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഇതിനകത്ത് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കുന്നത് ഇതിന്റെ ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ബൈ ബ്ലോക്ക്. ഇനി ഓരോ ബ്ലോക്കിൽ നിന്നുള്ള ഫ്രീക്വൻസി വെച്ചിട്ട് നമ്മൾ ഇതിനെ ഒരു ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതിനകത്ത് അറിയാം, ആ ഗ്രാഫിൽ നിന്ന് ഏറ്റവും മേളിലോട്ട് പോയിട്ടുള്ള ഏരിയ ഏതാണ്? അതാണ് നമുക്ക് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത്. ഏത് ബ്ലോക്ക് ആയിരുന്നു? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലോക്ക് 4 കമ്പനി മാനേജ്മെന്റ്. അപ്പൊ അത് തന്നെയാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ബ്ലോക്ക് എന്ന് പറയുന്നത്. ഏതാണ്? ബ്ലോക്ക് 4 കമ്പനി മാനേജ്മെന്റ് ആണ്. അത് കഴിയുമ്പോൾ ഏതാണ് വരുന്നത്? നമ്മുടെ ബ്ലോക്ക് 1 കമ്പനി ആൻഡ് ഇറ്റ്സ് ഫോർമേഷൻ. അത് കഴിഞ്ഞിട്ട് വരുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 3 ആണ്, ഷെയർ ക്യാപിറ്റൽ ആൻഡ് മെമ്പർഷിപ്പ്. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്ക് 2 പ്രിൻസിപ്പൽ ഡോക്യുമെന്റ് ആണ്. ഏറ്റവും ലാസ്റ്റ് വരുന്ന ഏതാണ്? നമ്മുടെ ബ്ലോക്ക് 5 ആയിട്ടുള്ള ഡിവിഡൻഡ്, അക്കൗണ്ട്സ്, ഓഡിറ്റ് ആൻഡ് വൈൻഡിങ് അപ്പ് എന്നുള്ള ഏരിയ എന്നാണ് ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ച് കാണാറുള്ളത്. ഇനി അതുപോലെ തന്നെ ആ റെലവൻസിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ബ്ലോക്സിന്റെ ഒരു ഡയഗ്രാം ആണ് നമ്മൾ തന്നിട്ടുള്ളത്, ആ റെലവൻസിനനുസരിച്ചിട്ട്. അപ്പോൾ കൂടുതലായിട്ട് ഹൈ റെലവൻസോട് കൂടി ചോദിക്കുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 60% ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള മീഡിയം ലെവൽ എന്ന് പറഞ്ഞു വിട്ടിട്ടുള്ള ഏരിയ 40% ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ നമ്മൾ കണ്ടു വരുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് കേട്ടോ. നമ്മൾ ഇനി എക്സാം പാറ്റേണിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഏത് ഏരിയ, എത്ര പെർസെൻറ്റേജ് വെയിറ്റ് ആണ് അതിന് കൊടുത്തിട്ടുള്ളത്, എത്രത്തോളമാണ് അതിനകത്തുനിന്ന് ഏരിയ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു അനാലിസിലോട്ടാണ് നമ്മൾ ഇനി കിടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻ ഫോർമാറ്റ് പറയുന്നുണ്ട്. അപ്പൊ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു എക്സാമ്പിളും കൊടുക്കുന്നുണ്ട്, പിന്നെ അത് എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ചോദിച്ചു കാണുന്നത് തുടങ്ങിയിട്ടുള്ളതാണ് നമ്മളിപ്പോ ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എന്ന് പറയുന്നത് എസ് എ ക്വസ്റ്റ്യൻ വരാറുണ്ട്.
നമുക്ക് എക്സാമിന് എക്സേ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസറിങ് ആണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ജസ്റ്റ് എഴുതിയാൽ പോരാ, ഒരു ഇൻഡെപ്ത് ആയിട്ട് തന്നെ അവിടെ എഴുതാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എഴുതുന്ന സമയത്ത് എക്സ്പ്ലനേഷനും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ കമ്പനിയിലൂടെ പേപ്പർ ആയതുകൊണ്ട് എക്സ്പ്ലനേഷനും കൂടെ നമ്മൾ, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷനും ഒരു എക്സാമ്പിളും ഒക്കെ വെച്ച് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ ഒന്നും കൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അവർക്ക് തോന്നും. നേരെ മറിച്ച് നമ്മൾ ഒരു കാണാപ്പാഠം പഠിച്ചെഴുതുന്നതിന് പകരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എഴുതുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് അവിടെ, എക്സ്പ്ലെയിൻ ദ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് വിത്ത് എക്സാമ്പിൾസ്. ഇതാണ് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് എന്താണ്, അപ്പൊ നമ്മൾ ആ ഒരു ടേം എന്താണ് ഈ അൾട്രാ വൈറസ് എന്നുള്ളത് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മൾ എന്താണെന്നുള്ള ആ ടേം എന്താ നമ്മൾ പറയണം. നമ്മൾക്ക് പഠിച്ചു പോയിട്ടുള്ള ഏരിയ ആണ് അൾട്രാ വൈറസ് എന്ന് പറയുമ്പോൾ ബിയോണ്ട് ദ പവർ. അപ്പോൾ ആ ബിയോണ്ട് ദ പവർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്താണെന്ന് പറയണം. അതിന്റെ എക്സാമ്പിൾ സഹിതം നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ അതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 40% ആണ് ഏത് പറയുന്നത്, എസ്സേ ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് പറയുന്നുണ്ട്. ഇനി ഷോർട്ട് നോട്ട് ആയിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. ഷോർട്ട് നോട്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്പെസിഫിക് ടോപ്പിക് എന്താന്നുള്ളത് നമ്മൾ പറയുക, അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് എന്താന്നുള്ളത് നമ്മൾ അവിടെ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സ്വീറ്റ് ഇക്വിറ്റി ഷെയർസ്. അപ്പൊ സ്വീറ്റ് ഇക്വിറ്റി ഷെയർസ് എന്താന്നുള്ളത് നമ്മൾ അവിടെ എന്ത് ചെയ്യുക, ആ കൺസെപ്റ്റ് എന്താന്നുള്ളത് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പൊ അതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 30% ആണ്. ഇനി ക്രിട്ടിക്സ് പറയുന്നുണ്ട്. ക്രിട്ടിക്സ് ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ആണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. അപ്പൊ എന്ത് പ്രിൻസിപ്പിൾ ആണോ നമുക്ക് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് കൺസെപ്റ്റ് ആണോ നമുക്ക് തന്നിട്ടുള്ളത്, അതിന്റെ ക്രിട്ടിക് അനാലിസിസ് ആണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ക്രിട്ടിക് ദ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. എന്താണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് എന്നുള്ള ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യേണ്ടത്. 10% ആണ് അതിനുള്ള വെയിറ്റേജ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് കേസ് സ്റ്റഡീസ് ആണ്. കേസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് ആണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഒരു അപ്ലിക്കേഷൻ, ഒരു ലോയെ നമ്മൾ എങ്ങനെ അപ്ലിക്കേഷൻ ലെവലിലോട്ട് കൊണ്ടുവരാം എന്ന രീതിയിൽ വേണം നമ്മളവിടെ ആ ആൻസർ എഴുതാനായിട്ട്. അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട്, അനലൈസ് എ സിനാരിയോ ഇൻവോൾവിംഗ് 4 ഫീച്ചർ ഓഫ് ഷെയർസ്. അപ്പൊ നമുക്കൊരു കേസ് തന്നിട്ടുണ്ടാവുക ചിലപ്പോൾ ഷെയറിന്റെ 4 ഫീച്ചർ ആയിരിക്കും. എങ്ങനെ നമ്മൾ ഷെയർ 4 ഫീച്ചർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മളവിടെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമ്മളൊരു അപ്ലിക്കേഷൻ ലെവലിൽ വേണം നമ്മളവിടെ ആൻസർ എഴുതാനായിട്ട്. അപ്പൊ ആ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുള്ളത്, അല്ലെങ്കിൽ അതിന് 10% വെയിറ്റേജ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ലാസ്റ്റ് വൺ MCQ ടൈപ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഈ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോഴേ, അല്ലെങ്കിൽ MCQ എന്ന് പറയുമ്പോഴേ അറിയാം സിംഗിൾ കറക്റ്റ് ആൻസർ ടൈപ്പ് ആണ് എന്ന് പറയുന്നത് നമ്മൾ MCQ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മുടെ നോളേജ്, കറക്റ്റ് ആയിട്ടുള്ള നോളേജ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഫോർ എക്സാമ്പിൾ പറയുന്നത്, വിച്ച് ക്ലോസ് ഇൻ മെമ്മോറാണ്ടം ഡിഫൈൻസ് കമ്പനീസ് ലയബിലിറ്റി. കമ്പനിയുടെ ലയബിലിറ്റി മെമ്മോറാണ്ടത്തിൽ ഏത് ക്ലോസിലാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ അറിയണം ഏത് ക്ലോസിനകത്താണ് ലയബിലിറ്റിയെ കുറിച്ചിട്ട് മെമ്മോറാണ്ടത്തിൽ ഡിസ്കസ് ചെയ്യുന്ന ലയബിലിറ്റി ക്ലോസ് ആണ് നമുക്കറിയാം. അപ്പൊ അത്തരത്തിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ MCQയിൽ വരുന്നുണ്ടാവുക. അതിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 10% ആണ് നമ്മൾ വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ്സ് കവറേജ് ട്രെൻഡ്സ് വിത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഇനി മാർക്കിനനുസരിച്ചിട്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ മാർക്ക് ബേസിലാണ് ഇനി പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഏത് കവർ ചെയ്യേണ്ട ടോപ്പിക്, അതുപോലെ തന്നെ എത്ര മാർക്കിലാണ് ഓരോ ബ്ലോക്കൊന്നും ചോദിച്ച് കാണുന്നേ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് പറയുന്നത് അവിടെ ബ്ലോക്ക് 1 ആണ്. ബ്ലോക്ക് 1-നകത്ത് നമ്മൾ കവർ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. പ്രീവിയസ് ഇയറിലെ ട്രെൻഡ് അനുസരിച്ചിട്ട് നമ്മൾ നിർബന്ധമായിട്ട് കവർ ചെയ്യേണ്ട യൂണിറ്റുകൾ, അല്ലെങ്കിൽ യൂണിറ്റിൽ കവർ ചെയ്യേണ്ട പോർഷൻസ് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് കമ്പനീസ്, കമ്പനിയുടെ നേച്ചർ, അതുപോലെ തന്നെ കോപ്പറേറ്റ് വേയിൽ ഇമ്പോർട്ടന്റ് ആണ്. ബ്ലോക്ക് 1-ൽ ഈ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് നോക്കണം. അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 25 മാർക്സിന് വരെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ബ്ലോക്ക് 2 ആണ് എങ്കിൽ ബ്ലോക്ക് 2-ലോട്ട് പോകുന്ന സമയത്ത് അവിടെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതലായിട്ടും ചോദിച്ച് കാണാറുള്ളത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. അതും തന്നെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് മാർക്ക് എന്ന് പറയുന്നത് 20 മാർക്സ് ആണ് നമ്മൾ അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 3 എന്ന് പറയുമ്പോൾ അവിടെ ഷെയർ ക്യാപിറ്റൽ, അതുപോലെ തന്നെ മെമ്പർഷിപ്പിന്റെ റൂൾസ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള ഏരിയാസ് ആണ് നമ്മൾ കൂടുതലും ചോദിച്ച് കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും കവർ ചെയ്യേണ്ട പോർഷൻസ് എന്ന് പറയുന്നത്. അതിന്റെ മാർക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് 25 മാർക്സ് ആണ്. ഇനി ബ്ലോക്ക് 4-ലോട്ട് പോകുന്ന സമയത്ത് അവിടെ നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഡയറക്ടേഴ്സ് ആരാണ്, എന്താണ് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസും, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിങ്ങിനെ കുറിച്ചിട്ടും, ഏതൊക്കെയാണ് ആ മീറ്റിംഗ് വരുന്നത്, എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസിനാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത്
പഠിക്കേണ്ടത്. അതും തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള മാർക്സ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് 20 മാർക്സിനാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ബ്ലോക്ക് 5 ആണ്. ബ്ലോക്ക് 5 എന്ന് പറയുമ്പോൾ ഒരു ഒക്കേഷണൽ ഫോക്കസ് കൊടുത്താൽ മതി. നമ്മൾ ബ്ലോക്ക് 5 അവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്ന് പറയുമ്പോൾ ഡിവിഡൻഡ് പോളിസീസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ വൈൻഡിങ് അപ്പിനെ കുറിച്ചിട്ടും ഇവിടെ നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള 10 മാർക്സ് ആണ്. അപ്പൊ ഈ ഒരു സെക്ഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ ഏതാണ് എന്നും നമ്മൾ അധികം കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ ഒരു ഏകദേശം പഠിച്ചു പോകേണ്ട ഏരിയ ഏതാണെന്ന് നിങ്ങൾക്ക് ഈ മാർക്കിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ഇനി നമ്മൾ ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൂടെ ആകുമ്പോഴേക്കും നമുക്ക് ഒന്നും കൂടെ അത് ക്ലിയർ ആവും കേട്ടോ. അപ്പൊ നമ്മളത് ആ മാർക്ക് ബേസ് തന്നതിനെ നമ്മളൊരു ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബൈ ബ്ലോക്സ്. അപ്പൊ ഈക്വൽ ആയിട്ട് നിൽക്കുന്ന 2 ബ്ലോക്കുകൾ എന്ന് പറയുന്നത് മെയിൻലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ബ്ലോക്ക്, ഈക്വൽ ആയിട്ട് നിൽക്കുന്ന 2 ബ്ലോക്ക് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 3ഉം. അത് രണ്ടും ഒരുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് കൂടുതൽ ചോദിച്ച് കാണുന്നത് ആ ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 3ഉം. ഒരിക്കലും ഇത് മിസ് ചെയ്യരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളും ഒരിക്കലും നിങ്ങളത് മിസ്സാക്കി കളയരുത്. നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് മാത്രമേ എക്സാം ഹോളിലോട്ട് കയറാവുള്ളൂ. പിന്നെ രണ്ടാമത് ലെവലിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ 2 ബ്ലോക്കുകൾ ഒരേപോലെ നിൽക്കുന്നുണ്ട്. അത് ബ്ലോക്ക് 2ഉം അതുപോലെ തന്നെ ബ്ലോക്ക് 4ഉം അത് തന്നെ അതുപോലെ ഇമ്പോർട്ടന്റ് ആണ്. അത് മീഡിയം ലെവലിൽ നമ്മൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അധികം ഇമ്പോർട്ടൻസ് ഇല്ലാതെ നമ്മൾ ചോദിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ബ്ലോക്ക് 5 എന്ന് ചോദിക്കാറുണ്ട്, ചോദിക്കുന്നില്ല എന്നല്ല. പക്ഷേ ബാക്കിയുള്ള ബ്ലോക്കുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഏത് ബ്ലോക്ക് നിന്നാണ്? ബ്ലോക്ക് 5ൽ നിന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഇതിനെ നമ്മൾ പൈ ഡയഗ്രാത്തിൽ നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഈ നമ്മൾ ക്വസ്റ്റ്യൻ ഫോർമാറ്റിന് വെയിറ്റേജ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ വെയിറ്റേജ് കൊടുത്തതിന്റെ ഭാഗം അതിന്റെ ഒരു ബേസിലാണ് നമ്മളിവിടെ ഈ ഒരു പൈ ഡയഗ്രാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് എസ്എ ക്വസ്റ്റ്യൻസ് വരുന്നത് എത്ര പെർസെന്റേജ് വരും? 40% എസ്എ ക്വസ്റ്റ്യൻസ് വരും. ഷോർട്ട് നോട്ട് എഴുതാനായിട്ടൊരു 30% ഷോർട്ട് നോട്ട് എഴുതാനായിട്ട് വരും. അപ്പൊ അതുപോലെ തന്നെ പിന്നെ കേസ് സ്റ്റഡീസ് ആണെങ്കിൽ ഒരു 10%, ക്രിട്ടിക്സ് ആണെങ്കിൽ ഒരു 10%, MCQ ആണെങ്കിൽ ഒരു 10%. ഇങ്ങനെ ബാക്കി ഒരു 40യും 30യും എസ്എയും ഷോർട്ട് നോട്ട്സും കഴിഞ്ഞാൽ 70% പോയി. ബാക്കി 30%-നെയാണ് നമ്മൾ 10 ആയിട്ട് കേസ് സ്റ്റഡിക്കും ക്രിട്ടിക്കിനും MCQ ആയിട്ട് വരുന്നുണ്ടാവുക. 10% വീതമാണ് ഇതിന് ഓരോന്നിനും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. ഇനി ക്വസ്റ്റ്യൻസ് ഏതാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇനി നമ്മൾ കൊടുക്കുന്നത്. അത് ഏത് ബ്ലോക്കിൽ നിന്ന്, ഏത് യൂണിറ്റിൽ നിന്ന്, ഏത് ടോപ്പിക് ആണ് അത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസിനോട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഡീറ്റെയിൽഡ് അനാലിസിസ് തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് 1 ആണ് കമ്പനി ആൻഡ് ഇറ്റ്സ് ഫോർമേഷൻ. അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള കമ്പനി ആൻഡ് ഇറ്റ്സ് ഫോർമേഷൻ എന്നുള്ള ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള നേച്ചർ ആൻഡ് ടൈപ്സ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന യൂണിറ്റിലെ കോർപ്പറേറ്റ് വെയിൽ ആൻഡ് ഇറ്റ്സ് ലിഫ്റ്റിംഗ്, എന്താണ് കോർപ്പറേറ്റ് വെയിൽ എന്നും ഏത് സാഹചര്യത്തിലാണ് ഈ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യുക, അത് നീക്കം ചെയ്യപ്പെടുക എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഇനി അതിന്റെ എക്സാക്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ കൺസെപ്റ്റ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ അണ്ടർ വാട്ട് സർക്കംസ്റ്റാൻസസ് ക്യാൻ ദിസ് വെയിൽ ബി ലിഫ്റ്റഡ്. അപ്പൊ എന്താണ് കോർപ്പറേറ്റ് വെയില്, ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഈ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യാറുള്ളത്, ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്
നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 ടൈംസ് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിനുള്ള മാർക്ക്, ആവറേജ് മാർക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് 10 മാർക്സ് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഷുവറായിട്ടും ഇത് പഠിച്ചിട്ട് തന്നെ ഹോളിലോട്ട് പോവാം. ഈ രണ്ടാമത്തെ ബ്ലോക്കിലോട്ട് പോകുന്ന സമയത്ത് ബ്ലോക്ക് 2 പ്രിൻസിപ്പൽ ഡോക്യുമെന്റ്സ് എന്നാണ് നമ്മുടെ ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. ഈ ബ്ലോക്ക് 2 6ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ ടോപ്പിക് എന്ന് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് ബിയോണ്ട് ദ പവർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ ചോദിച്ചു കണ്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. എന്താണ് ഈ അൾട്രാ വൈറസ് ആക്ട്സ് എന്ന് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ അതിന് കുറെ എക്സാമ്പിളുകൾ നമ്മൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ അൾട്രാ വൈറസിൽ വരുന്ന ഭാഗങ്ങൾ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ എക്സാമ്പിൾ സഹിതം തന്നെ നിങ്ങൾ അത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു കണ്ടുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4 ടൈംസ് ആണ്. അതിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് 8 മാർക്സ് ആണ് ഈ ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ബ്ലോക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ ആൻഡ് മെമ്പർഷിപ്പ് ആണ് നമ്മുടെ മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ബ്ലോക്കിലെ 9ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിൽ നിന്ന് ഷെയറും അതുപോലെ തന്നെ അതിന്റെ ടൈപ്സും അതേപോലെ തന്നെ അലോട്ട്മെന്റിന്റെ റൂൾസും ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതും തന്നെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ്. എന്താണ് ഈ ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഈസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം സറണ്ടർ ഓഫ് ഷെയർസ്. ഈ ഫോർ ഫീച്ചർ ഓഫ് ഷെയർസും അതുപോലെ തന്നെ സറണ്ടർ ഓഫ് ഷെയർസും രണ്ടും രണ്ടാണ്, കൺസെപ്റ്റ് രണ്ടും രണ്ടാണ്. അപ്പൊ എന്താണ് ഇത് നമ്മളെ ഡിഫറൻസ് എന്നും കൂടെ നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതായിട്ട് വരും. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത് 6 ടൈംസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഈ 6 ടൈംസിൽ തന്നെ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ള നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മാർക്സ് എന്ന് പറയുന്നത് 12 മാർക്സ് ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ ഹയസ്റ്റ് സ്കോർ ഏതായിരുന്നു? 12 ആണ്. 12 മാർക്സ് വന്നിട്ടുള്ളത് നമ്മുടെ മൂന്നാമത്തെ ബ്ലോക്കിലാണ്. മൂന്നാമത്തെ ബ്ലോക്കിലെ 9ാമത്തെ യൂണിറ്റിലെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഷെയർ ആൻഡ് അലോട്ട്മെന്റിന്റെ റൂൾസ് ആണ്. അതിൽ തന്നെ നമ്മൾ ചോദിച്ചു കണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ് എന്താണ് എന്നും അതുപോലെ തന്നെ അതും ഫോർ ഫീച്ചറും അതുപോലെ തന്നെ സറണ്ടറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് ഷുവർ ആയിട്ട് അപ്പൊ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇനി ബ്ലോക്ക് 4ലോട്ട് പോകുന്ന സമയത്ത് ബ്ലോക്ക് 4 എന്ന് പറയുന്നത് കമ്പനി മാനേജ്മെന്റ് ആണ്. കമ്പനി മാനേജ്മെന്റ് യൂണിറ്റ് 13 ഡയറക്ടേഴ്സ് ആണ്. യൂണിറ്റ് 13 ഡയറക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിന്റെ ഡ്യൂട്ടീസ് എന്താണ്, ലയബിലിറ്റീസ് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ കണ്ടന്റ് അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ആ ടോപ്പിക് വെച്ച് നമ്മൾ ചോദിച്ചു കണ്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ് ടുവാർഡ്സ് ദ കമ്പനി. ഒരു കമ്പനിയിൽ ഡയറക്ടേഴ്സിനുള്ള എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് അവർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ ലയബിലിറ്റീസ് ആണ് അവർക്ക് ഉണ്ടാവുന്നത് തുടങ്ങിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്നത്. 7 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മാർക്സ് എന്ന് പറയുന്നത് 15 മാർക്സ് ആണ്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും ഹൈയസ്റ്റ് അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ബ്ലോക്ക് 4 അതിൽ ബ്ലോക്ക് 4 നിങ്ങൾ പഠിക്കുമ്പോൾ കൂടുതലായിട്ടും ഡയറക്ടേഴ്സ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ വിട്ടുപോകരുത്. അതിൽ നമ്മുടെ ഡയറക്ടേഴ്സിന്റെ ഡ്യൂട്ടീസും ലയബിലിറ്റീസും ഒരിക്കലും നിങ്ങൾ അത് മിസ്സാക്കരുത് കേട്ടോ. അപ്പോൾ നല്ല ഇമ്പോർട്ടൻസോട് കൂടി തന്നെ ചോദിക്കുക. കാരണം 7 ടൈംസ് ആണ് പ്രീവിയസ് ഇയറുകളിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 5ലോട്ട് പോകുന്ന സമയത്ത് ഡിവിഡൻഡ്, അക്കൗണ്ട്സ്, ഓഡിറ്റ് ആൻഡ് വൈൻഡിങ് അപ്പ് ആണ് നമ്മുടെ ബ്ലോക്ക് 5 എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 17 ആണ്. ഡിവിഡൻഡ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ഡിവിഡൻഡിൽ നിന്ന് ഡിവിഡൻഡ് പ്രൊവിഷൻസ് ആൻഡ് ഡിക്ലറേഷൻ, എന്താണ് അതിന്റെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന പ്രൊവിഷൻ എന്താണ്, അതിന്റെ ഡിക്ലറേഷൻ എങ്ങനെയൊക്കെയാണ് വരുന്നത് തുടങ്ങിയിട്ടുള്ളതാണ് ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ചോദിച്ചു കണ്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഇന്ററിം ഡിവിഡൻഡ്. ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും അതുപോലെ തന്നെ അതിന്റെ പ്രൊവിഷൻസ് നമ്മുടെ കമ്പനീസ് ആക്ടിൽ പറയുന്ന അതിന്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാനായിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടുള്ള 3 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത്. നമ്മൾ ഇതിനായിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന മാർക്ക് എന്ന് പറയുന്നത് 7 മാർക്സ് ആണ്. അപ്പൊ ഏറ്റവും കുറവ് മാർക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഏത് ബ്ലോക്കിനാണ്? ബ്ലോക്ക് 5 ഡിവിഡൻഡ്, അക്കൗണ്ട്സ്, ഓഡിറ്റ് ആൻഡ് വൈൻഡിങ് അപ്പ് എന്നുള്ള ഒരു ബ്ലോക്കിനാണ്. ഇതിന്റെ നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഈസി ആയിട്ട് അത് മനസ്സിലാവും കേട്ടോ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ട്രെൻഡ് അനുസരിച്ചിട്ട് കൂടുതലായിട്ട് നമുക്ക് ടോപ്പിക് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഏത് ഏരിയ എന്നാണ്? നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഷെയറിന്റെ ടൈപ്സും അതുപോലെ തന്നെ അലോട്ട്മെന്റ് റൂൾസും ചോദിച്ചു കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് കോർപ്പറേറ്റ് വെയിൽ ആൻഡ് ഇറ്റ്സ് ലിഫ്റ്റിംഗ് ചോദിച്ചു കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് ആണ് ചോദിച്ചു കാണുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഏത് വരുന്നത്? ഡിവിഡൻഡിന്റെ പ്രൊവിഷൻസ് ആൻഡ് ഡിക്ലറേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ചോദിച്ചു കണ്ടിട്ടുള്ളത്.
നെക്സ്റ്റ് നമ്മൾ ആവറേജ് മാർക്സ് അലോക്കേഷന്റെ ബേസിലാണ് പറയുന്നത്. ഓരോ ടോപ്പിക്കിനും ആവറേജ് മാർക്ക് അലോക്കേറ്റ് ചെയ്ത സമയത്ത് എത്ര മാർക്ക്, കൂടുതൽ മാർക്ക് ചോദിച്ചിട്ടുള്ളത് ഏതിനാന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ള ഈ ഒരു ഏരിയക്കാണ് നമ്മൾ കൂടുതൽ മാർക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. രണ്ടാമതായിട്ട് വരുന്നത് ഷെയർ ടൈപ്സ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് റൂൾസ് ആണ്. മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ കോപ്പറേറ്റീവ് വെയിൽ ആൻഡ് ഇറ്റ്സ് ലിഫ്റ്റിംഗിനാണ്. നാലാമതായിട്ട് വരുന്നത് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് ആണ്. അറ്റ് ലാസ്റ്റ് വരുന്നത് ഉണ്ടാവുക ഏത് യൂണിറ്റിനാണ്, നമ്മുടെ ഡിവിഡന്റ് പ്രൊവിഷൻസ് ആൻഡ് ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിനാണ് മാർക്ക് അലോക്കേഷനിലും ഏറ്റവും കുറവ് നമ്മൾ കണ്ടുവരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. ഇനി ഓരോ ടോപ്പിക്കിന്റെ പ്രോബിലിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ഇനി എങ്ങനെ ചോദിക്കാം എന്നുള്ളത് നമ്മൾ ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യാണ്. അപ്പോൾ അതിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ബ്ലോക്ക് 1 നമ്മുടെ ബ്ലോക്ക് 1 നമുക്കറിയാം കമ്പനി ആൻഡ് ഇറ്റ്സ് ഫോർമേഷൻ ആണ് നമ്മുടെ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് ടൈപ്സ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന ഒന്നാമത്തെ യൂണിറ്റിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കോപ്പറേറ്റ് വെയിൽ ആൻഡ് ഇറ്റ്സ് ലിഫ്റ്റിംഗ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രോബിലിറ്റി റേറ്റിംഗ് നമ്മൾ പറഞ്ഞു ഹൈ ആണ് ഏതെന്ന് പറയുന്നത് ബ്ലോക്ക് 1 ഈ കോപ്പറേറ്റ് വെയിൽ ആൻഡ് ഇറ്റ്സ് ലിഫ്റ്റിംഗിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഹൈ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫ്രീക്വന്റ്ലി ടെസ്റ്റഡ് ഇൻ പാസ്റ്റ് എക്സാംസ്, ഫണ്ടമെന്റൽ കൺസെപ്റ്റ്. ഇതൊരു ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയറുകളിലെ ക്വസ്റ്റ്യനിൽ ഫ്രീക്വന്റ്ലി നമ്മൾ ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോപ്പറേറ്റ് വെയിലും അതിന്റെ ലിഫ്റ്റിങ്ങും. അപ്പൊ ഈ ഒരു ഭാഗം നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്, നന്നായിട്ട് തന്നെ നോക്കിയിട്ടേ എക്സാം ഹോളിലോട്ട് പോകാവുള്ളൂ കേട്ടോ. ഇനി ബ്ലോക്ക് 2 പോവുകയാണെങ്കിൽ പ്രിൻസിപ്പൽ ഡോക്യുമെന്റ് ആണ് അവിടെ. പ്രിൻസിപ്പൽ ഡോക്യുമെന്റ്സിലെ യൂണിറ്റ് 6 മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന യൂണിറ്റില് ഒരു ടോപ്പിക്ക് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് എന്നുള്ള ടോപ്പിക്ക്, അതിന്റെയും തന്നെ പ്രോബിലിറ്റി റേറ്റിംഗിൽ നമുക്ക് കിട്ടിയുള്ളത് ഹൈ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ നന്നായിട്ട് തന്നെ പഠിക്കണം. ഇത് എസ് എ ടോപ്പിക് പോലെയൊക്കെയാണ് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ലോയും പ്രിൻസിപ്പിളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ബ്ലോക്ക് 3 വരുന്ന സമയത്ത് ഷെയർ ക്യാപിറ്റൽ ആൻഡ് മെമ്പർഷിപ്പ് ആണ് മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിൽ 9ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ ആണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടത്. അതിന്റെ പഠിക്കേണ്ട ടോപ്പിക്, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ഷെയറിന്റെ ടൈപ്സ്, അതുപോലെ തന്നെ അലോട്ട്മെന്റ് റൂൾസ് ആണ്. നമ്മൾ അതിന്റെ പ്രോബിലിറ്റി റേറ്റിംഗ് കൊടുത്തുള്ളത് ഹൈ തന്നെയാണ്, ഹൈയിൽ തന്നെയാണ് ആ ഒരു ടോപ്പിക് വരുന്നത്. പിന്നെ ഇത് കൺസിസ്റ്റന്റ്ലി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഷെയർ റിലേറ്റഡ് കാര്യങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് മനസ്സിലായോ ഇല്ലയോ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ചു കാണുന്നത് കേട്ടോ. ഇനി ബ്ലോക്ക് 4 പോവുകയാണെങ്കിൽ കമ്പനി മാനേജ്മെന്റ് ആണ് ബ്ലോക്ക് 4 എന്ന് പറയുന്നത്. അതിലെ യൂണിറ്റ് 13 ഡയറക്ടേഴ്സ് എന്നുള്ള യൂണിറ്റ് നമ്മൾ നന്നായിട്ട് തന്നെ നോക്കുക. അതിന്റെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിന്റെ ഡ്യൂട്ടി ലയബിലിറ്റി നന്നായിട്ട് തന്നെ പഠിക്കുക. ഇതിന്റെ പ്രോബിലിറ്റി ഹൈ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള 4 യൂണിറ്റിന്റെയും പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഹൈ ആണ്, നന്നായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഡയറക്ടേഴ്സ് ആരാണ്, ഡയറക്ടേഴ്സിന്റെ റോൾ എന്താണ്, എങ്ങനെയാണ് ഇതിനെ കമ്പനിയിൽ ഇവർ പോകേണ്ടത് എന്നുള്ള ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് തന്നെ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും ബ്ലോക്ക് 4 വരുന്ന സമയത്ത് കേട്ടോ. ഇനി 5ാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള ഡിവിഡന്റ് അക്കൗണ്ട്സ് ഓഡിറ്റ് ആൻഡ് വൈൻഡിങ് അപ്പ് എന്നുള്ള ഒരു ബ്ലോക്കിനകത്ത് 17ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഡിവിഡന്റ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിവിഡന്റ് പ്രൊവിഷൻസും അതുപോലെ തന്നെ ഡിവിഡന്റ് ഡിക്ലറേഷനും ആണ്. അത് മീഡിയം ലെവലിൽ ചോദിച്ചു കണ്ടിട്ടുള്ളൂ, എന്ന് വെച്ചാൽ മോഡറേറ്റർ ആണ്. അത് ഫുള്ളായിട്ട് ചോദിക്കാവുന്ന ഒരു മോഡറേറ്റ് ലെവലിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് എന്ന് പറയുന്നത് ബ്ലോക്ക് 5 എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു പൈ ഡയഗ്രാം നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ 80% ആണ് എന്ത് വരുന്നത്, ഹൈ പ്രോബിലിറ്റി നമ്മൾ കൊടുത്തിട്ടുള്ളത്. 20% ആണ് മീഡിയം ലെവലിൽ ചോദിക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. ഇനി ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഹൈലി നമ്മൾ ചോദിക്കുന്ന ടോപ്പിക്കുകൾ ഏതാന്നുള്ളതാണ് കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നത്. ഏത് തന്നെയാണ് ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ്. ഇനി നെക്സ്റ്റ് ചോദിച്ചു കാണുന്നത് ഷെയറിന്റെ ടൈപ്സ്, അതുപോലെ തന്നെ അതിന്റെ അലോട്ട്മെന്റ് റൂൾസ്, പിന്നെ വരുന്നത് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ്, ലാസ്റ്റ് വരുന്നത് കോപ്പറേറ്റ് വെയിൽ ആൻഡ് ഇറ്റ്സ് ലിഫ്റ്റിംഗ്. ഇത്രയാണ് ഹൈ പ്രോബിലിറ്റി വരുന്ന ഏരിയ എന്ന് പറയുന്നത്. ഹൈ പ്രോബിലിറ്റി തന്നെ കൂടുതലായിട്ട് വരുന്ന ഏതാണ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഷെയറും അതിന്റെ അലോട്ട്മെന്റും, അതും കഴിഞ്ഞിട്ടാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ്, അതും കഴിഞ്ഞിട്ടാണ് നമ്മുടെ കോപ്പറേറ്റ് വെയിൽ വരുന്നുണ്ടാവുക.
നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ട്രെൻഡും പാറ്റേണും ഒക്കെ അനുസരിച്ച് നമ്മളൊരു ക്രിട്ടിക്കൽ അനാലിസിസ് നടത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2024 ഡിസംബർ സൈക്കിളിൽ വരാൻ പോകുന്ന എക്സാമിന് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഒരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമ്മൾ ഇതിന്റെ ഒരു പാറ്റേൺ അനുസരിച്ച് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കറിയാലോ, നമ്മുടെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് BCOC 135 അല്ലെങ്കിൽ 135 എന്നുള്ളതാണ് നമ്മുടെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത്. നമ്മുടെ പേപ്പറിന്റെ പേര് കമ്പനി ലോ. നമുക്കറിയാം എക്സാം എപ്പോഴും വരിക 3 മണിക്കൂറിന്റെ എക്സാം ആണ്. നമ്മുടെ മാർക്ക് നമുക്ക് അതിന് പ്രൊവൈഡ് ചെയ്യുന്ന മാർക്സ് എന്ന് പറയുന്നത് 100 മാർക്സ് 100 മാർക്സിലോട്ടാണ് നമ്മുടെ എക്സാം. അപ്പൊ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ എഴുതി തുടങ്ങാവുള്ളൂ. എല്ലാം ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ എഴുതി തുടങ്ങുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ്. അപ്പൊ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ടാവും. നമുക്കറിയാം 20 മാർക്കിൻ്റെതായിരിക്കും ഓരോ ക്വസ്റ്റ്യൻസും. അതുകൊണ്ട് തന്നെ 100 മാർക്കിനായതുകൊണ്ട് നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു 5 ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ്. ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ഈക്വൽ മാർക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ ആയിട്ട് പറയുന്നത് യൂസ് ക്ലിയർ, കൺസൈസ് ആൻഡ് ലോജിക്കൽ എക്സ്പ്ലനേഷൻ, ഇലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ വേർ നെസസറി. നിങ്ങൾ എഴുതുന്ന കൺസെപ്റ്റ് എന്താ എന്നുള്ളത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ എഴുതിക്കോളാം. അപ്പോൾ അത് മനസ്സിലാകാത്ത രൂപത്തിൽ എഴുതി പോവരുത്. നന്നായിട്ട് ക്ലിയർ ആയിട്ട് എഴുതുക, നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതുക, നന്നായിട്ട് പ്രസന്റ് ചെയ്തുകൊണ്ട് തന്നെ എഴുതുക. അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് കൂടുതലായിട്ട് എക്സാമ്പിൾസ് ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ, ആവശ്യം വരുന്നിടത്ത് ആവശ്യമില്ലാത്തടത്ത് കൊണ്ട് എക്സാമ്പിൾ എഴുതരുത്. ആവശ്യം വരുന്ന എന്ന് വെച്ചാൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനും ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനും ഒക്കെ എഴുതുന്ന സമയത്ത് എക്സാമ്പിൾ സഹിതം തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് കടക്കാൻ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യനും നമുക്കറിയാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 20 മാർക്കിലോട്ടാണ്. 20 മാർക്കിൽ ഈ ക്വസ്റ്റ്യനെ നമ്മൾ 2 ക്വസ്റ്റ്യൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും 10 മാർക്ക് വീതമാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ കൺസെപ്റ്റ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. എന്താണ് കോർപ്പറേറ്റ് വെയിൽ എന്നുള്ള കൺസെപ്റ്റ്? നമുക്കറിയാം ഒരു മറയാണ് കോർപ്പറേറ്റ് വെയിൽ. അത് എന്താണ് ആ കൺസെപ്റ്റ്? അതുപോലെ തന്നെ ഡിസ്കസ് ദ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ജുഡീഷ്യൽ ഗ്രൗണ്ട്സ് അണ്ടർ വിച്ച് ദ കോർപ്പറേറ്റ് വെയിൽ ക്യാൻ ബി ലിഫ്റ്റഡ്. ഈ കോർപ്പറേറ്റ് വെയിൽ നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന കുറെ സർക്കംസ്റ്റാൻസസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ആ ഒരു സാഹചര്യങ്ങൾ വരുന്നത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്തേക്കാം. 10 മാർക്കാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എക്സ്പ്ലെയിൻ ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എ കമ്പനി ആൻഡ് എ പാർട്ട്ണർഷിപ്പ്. കമ്പനി പാർട്ട്ണർഷിപ്പ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഹൗ ഡസ് ദിസ് ഡിസ്റ്റിങ്ഷൻ ബെനിഫിറ്റ്സ് എ കമ്പനി. ഈ ഒരു ഡിഫറൻസ് കമ്പനിക്ക് എങ്ങനെയാണ് ബെനിഫിറ്റ് ആയിട്ട് മാറുന്നത്? ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇതിന് 10 മാർക്കാണ്. അങ്ങനെ ഈ എയും ബിയും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടും? 20 മാർക്ക് നമുക്ക് അവിടെ കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡിസ്ക്രൈബ് ദ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ്. എന്താണ് ഈ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താ എന്നുള്ളത് നിങ്ങൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ വൈ ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻറ്റ് ഇൻ കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിനകത്ത് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളതും നിങ്ങൾ അവിടെ പറയാം. 10 മാർക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടും ആർട്ടിക്കിൾസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ പറയാം. പ്രൊവൈഡ് എക്സാമ്പിൾ ഓഫ് സിനാരിയോസ് വേർ ദീസ് ഡോക്യുമെന്റ്സ് പ്ലേ എ ക്രിട്ടിക്കൽ റോൾ. ഇതിന്റെ റോൾസിനനുസരിച്ച് തന്നെ എക്സാമ്പിൾ സഹിതം തന്നെ ഇത് നിങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ 2 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 20 മാർക്ക് അവിടെ കിട്ടും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലും തന്നെ 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടല്ലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡിസ്കസ് ദ ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ എ കമ്പനി ക്യാൻ ഇഷ്യൂ. ഒരു കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഷെയർ ക്യാപിറ്റൽ ടൈപ്സ് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ പ്രൊവൈഡ് എക്സാമ്പിൾ ടു എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഈച്ച് ടൈപ്പ്. ഈ ഓരോ ടൈപ്പിനുമുള്ള ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതുക. അത് എക്സാമ്പിൾ സഹിതം തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 10 മാർക്കാണ് ഈ ക്വസ്റ്റിന് വേണ്ടിയിട്ട് കിട്ടുന്നുണ്ടാവുക. നെക്സ്റ്റ്, വാട്ട് ആർ ദ ലീഗൽ റൂൾസ് ആൻഡ് കോൺസിക്വൻസസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ ഓഫ് ഷെയർസ്. അപ്പൊ ഫോർഫീച്ചർ ചെയ്യുന്ന സമയത്തും റീഇഷ്യൂ ചെയ്യുന്ന സമയത്തും എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് നമുക്ക്, അല്ലെങ്കിൽ എന്തൊക്കെ ലീഗൽ റൂൾസ് ആണ് നമുക്ക് അവിടെ വരുന്നുണ്ടാവുക എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റിനും 10 മാർക്കാണ് വരുന്നത്. ഈ 2 ക്വസ്റ്റിനും കൂടെ എഴുതി കഴിയുമ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റിന് നമുക്ക് 20 മാർക്ക് കിട്ടും. നാലാമത്തെ ക്വസ്റ്റിനും തന്നെ 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ പ്രൊമോട്ടർ ഇൻ കോർപ്പറേഷൻ ഓഫ്
ഇൻ ദ ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്തുള്ള പ്രൊമോട്ടറുടെ ഡ്യൂട്ടീസും ലയബിലിറ്റീസും എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. അതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഔട്ട്ലൈൻ ദ പ്രൊസീജിയറൽ സ്റ്റെപ്സ് റിക്വയർഡ് ഫോർ ദ കൺവേർഷൻ ഓഫ് എ പ്രൈവറ്റ് കമ്പനി ഇൻ ടു എ പബ്ലിക് കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി ആക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് ഉള്ളത്, പ്രൈവറ്റിനെ പബ്ലിക് ആക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് പ്രൊസീജിയറൽ സ്റ്റെപ്സ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. ഈ രണ്ട് ക്വസ്റ്റിനും ആൻസർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ 20 മാർക്ക് കിട്ടും കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ഫിഫ്ത് ക്വസ്റ്റ്യൻ ആണ്, ഹു ക്യാൻ ബി അപ്പോയിന്റ് ആസ് എ ഡയറക്ടർ ഓഫ് എ കമ്പനി. ആരെയാണ് നമ്മളൊരു ഡയറക്ടർ, കമ്പനിയുടെ ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുക എന്നും അതേപോലെ തന്നെ ഡിസ്കസ് ദ ക്വാളിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013 പ്രകാരം പറയുന്ന ഡയറക്ടറുടെ കുറെ ക്വാളിഫിക്കേഷനും പറയുന്നുണ്ട്, നമ്മൾ ഡിസ്ക്വാളിഫിക്കേഷൻസും പറയുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ആ ക്വാളിഫിക്കേഷനും ഡിസ്ക്വാളിഫിക്കേഷനും എന്നുള്ളത് നമ്മളവിടെ ഡിസ്കസ് ചെയ്യുക. 10 മാർക്സ് ആണ് അവിടെ നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ഓഫ് എ ഡയറക്ടർ. ഡയറക്ടറുടെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി എന്തൊക്കെയാണ് എന്നും അതുപോലെ തന്നെ ഹൗ ഡു ദീസ് ഡ്യൂട്ടീസ് എൻഷുവേഴ്സ് ദ എത്തിക്കൽ മാനേജ്മെന്റ് ഓഫ് എ കമ്പനി. കമ്പനിയുടെ എത്തിക്കൽ മാനേജ്മെന്റുമായിട്ട് ഇതെങ്ങനെയാണ് ഈ ഡ്യൂട്ടീസ് ഒക്കെ പോകുന്നത് എന്നും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോഴും നമുക്ക് അവിടെ 10 മാർക്സ് ആണ് കിട്ടുന്നത്. അങ്ങനെ ഈ രണ്ട് ക്വസ്റ്റ്യൻ കൂടെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 20 മാർക്സ് കിട്ടും. ഇനി 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ദ ടേം ഇന്ററിം ഡിവിഡൻഡ്. എന്താണ് ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറയുന്ന ടേം എന്താന്ന് പറയാ. അതുപോലെ തന്നെ ഡിസ്കസ് ദ കണ്ടീഷൻസ് അണ്ടർ വിച്ച് ആൻ ഇന്ററിം ഡിവിഡൻഡ് മേ ബി ഡിക്ലെയർഡ് ആൻഡ് പെയ്ഡ്. ഏത് സമയത്താണ് നമ്മൾ ഇന്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാറുള്ളതും കൊടുക്കാറുള്ളതും അതിന് കുറച്ച് കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. 10 മാർക്സ് ആണ് അവിടെ നമുക്ക് അത് എഴുതിയാൽ കിട്ടുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ പ്രൊവിഷൻസ് റിഗാർഡിംഗ് ദ ഇൻസ്പെക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻ എ കമ്പനി. കമ്പനിയിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻസ്പെക്ഷൻ നടത്തുന്ന സമയത്തും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും ആവശ്യമായിട്ടുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്, അതിനെ കുറിച്ചിട്ടാണ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. 10 മാർക്സ് ആണ് ഈ ഒരു ക്വസ്റ്റിനും കിട്ടുന്നത്. അങ്ങനെ ഈ രണ്ട് ക്വസ്റ്റിനും കൂടെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 20 മാർക്സ് കിട്ടും. ഈ 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് മീൻ ബൈ വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി. എന്താണ് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി, അല്ലെങ്കിൽ എന്താണ് വൈൻഡിങ് അപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്. അതുപോലെ തന്നെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വളണ്ടറി വൈൻഡിങ് അപ്പ് ആൻഡ് കമ്പൽസറി വൈൻഡിങ് അപ്പ്. ഇനി വളണ്ടറി വൈൻഡിങ് അപ്പ് ഉണ്ട്, കമ്പൽസറി വൈൻഡിങ് അപ്പ് ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതും കൂടെ എഴുതി കഴിയുമ്പോൾ നമുക്ക് 10 മാർക്ക് കിട്ടും. അതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ റോൾ ആൻഡ് പവേഴ്സ് ഓഫ് ദ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ NCLT ഇൻ ദ വൈൻഡിങ് അപ്പ് പ്രോസസ്. വൈൻഡിങ് അപ്പ് പ്രോസസ്സിലുള്ള NCLTയുടെ റോൾ എന്താണ്, അല്ലെങ്കിൽ അവരുടെ പവർ എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. അവിടെയും നമുക്ക് 10 മാർക്ക് കിട്ടും. അങ്ങനെ ഈ രണ്ട് ക്വസ്റ്റ്യൻ കൂടെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 20 മാർക്ക് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് എ റെസൊല്യൂഷൻ. എന്താണ് ഒരു റെസൊല്യൂഷൻ കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻസ് ദാറ്റ് മേ ബി പാസ്ഡ് ഇൻ എ കമ്പനി മീറ്റിംഗ്. കമ്പനി മീറ്റിംഗിലാണ് നമ്മൾ എന്ത് പാസ് ചെയ്യാറുള്ളത്, റെസൊല്യൂഷൻ പാസ് ചെയ്യാറുള്ളത്. അപ്പൊ ഏതൊക്കെ കൈൻഡ്സ് ഓഫ് റെസൊല്യൂഷൻ ആണ് നമ്മൾ പാസ് ചെയ്യാറുള്ളത്, എങ്ങനെയൊക്കെയാണ് നമ്മളത് പാസ് ചെയ്യുക, ഏതൊക്കെയാണ് അതിന്റെ ടൈപ്സ് എന്നുള്ളത് അവിടെ ഡിസ്കസ് ചെയ്യുക. 10 മാർക്സ് നിങ്ങൾക്ക് അതിന് ആൻസർ എഴുതിയാൽ കിട്ടും കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് ക്വാറം ഇൻ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ്. ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോഴുള്ള ക്വാറം എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ക്വാറം ഈസ് നോട്ട് മെറ്റ്. ഇനി ഈ ക്വാറം എന്താണെന്നുള്ള നമുക്ക് ആദ്യം അറിയണം. അതുപോലെ തന്നെ ഈ ക്വാറം നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ല, മീറ്റിംഗിന്റെ സമയത്ത് നമുക്ക് ക്വാറം ഫുൾഫിൽ ആയിട്ടില്ല എങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുക. 10 മാർക്സ് ആണ് അവിടെ നിങ്ങൾക്ക് അതിനായിട്ട് കിട്ടുന്നത്. അങ്ങനെ ഈ രണ്ട് ക്വസ്റ്റ്യൻ കൂടെ അറ്റൻഡ് ചെയ്യുമ്പോൾ 20 മാർക്സ് ആവും. ഇനി 9th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി 2 ഓഫ് ദ ഫോളോയിങ് ഈച്ച് 10 മാർക്സ്. അപ്പൊ ഇവിടെ 4 കൺസെപ്റ്റുകൾ തന്നിട്ടുണ്ട്. ഈ 4 കൺസെപ്റ്റിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ ഡിസ്കസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. എന്താണ് ആ കൺസെപ്റ്റ് എന്നുള്ള ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾ കൊടുത്തേക്കുക. അപ്പൊ 4 കൺസെപ്റ്റുകളാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തത് പറയുന്നത് ദ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് എന്താന്ന് പറയാ. രണ്ടാമത് പറയുന്നത് ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ അണ്ടർ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ. ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷനോട് കൂടി നമ്മൾ ഈ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യുന്നത് പറയുന്നുണ്ട്. അപ്പൊ അതെന്താണ് എന്നുള്ളത് അവിടെ ഡിസ്കസ് ചെയ്യാം. മൂന്നാമത്തത് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് അല്ലെങ്കിൽ GDR എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. നാലാമത്തത് മാനേജീരിയൽ റെമ്യൂണറേഷൻ അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013 മാനേജീരിയൽ റെമ്യൂണറേഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്.
ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇങ്ങനെ 4 കൺസെപ്റ്റുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ 4 കൺസെപ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 കൺസെപ്റ്റിന് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. അതിന് ഓരോന്നിനും 10 മാർക്ക് വീതം, അവിടെ നമുക്ക് 20 മാർക്ക് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു 20 മാർക്ക് വീതം നമുക്ക് 9 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ നിങ്ങൾ ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. 5 എണ്ണം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 100 മാർക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പഴയ ട്രെൻഡ് അനുസരിച്ച് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് കണ്ടക്ട് ചെയ്തതിനെ തുടർന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു 2024 ഡിസംബർ സൈക്കിളിൽ വരുന്ന ഒരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ളത്. മാർക്ക് സഹിതം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എത്ര മാർക്ക് വീതം ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ്, അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ബ്ലോക്കുകൾ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള യൂണിറ്റുകൾ ഒന്നും മിസ്സാക്കാതെ നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചിട്ട് ഈ ഒരു സൈക്കിളിൽ എക്സാം ഹോൾ, നിങ്ങൾ കമ്പനി ലോയുടെ എക്സാം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നല്ല ചിരിച്ച മുഖത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഇറങ്ങാനായിട്ട് പറ്റണം. അപ്പൊ നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.